നമസ്കാരം. നിങ്ങളുടെ പങ്കാളിക്ക് മുൻജന്മ ബന്ധം നിങ്ങളുമായി ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ മുൻജന്മ പങ്കാളിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതായ അവസരത്തിൽ പ്രകടമാകുന്നതായ ചില ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻജന്മ പങ്കാളിയെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മുൻജന്മ പങ്കാളി തന്നെയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ആ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളിലേക്ക് കടക്കാം. ഏവരും ഒരു നിമിഷം ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിൽ ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്, ചില വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ തന്നെ ഇവരെ വളരെയധികം വർഷങ്ങൾ മുൻപേ അറിയുന്നവരായി നിങ്ങൾക്ക് തോന്നും. മുൻപ് എവിടെയോ കണ്ട് പരിചയമുള്ളത് പോലെയോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവരെ കണ്ടതുപോലെയോ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം. വളരെ പരിചിതരായി തോന്നും എന്നുള്ളതാണ്. നിങ്ങൾ പോലും ആശ്ചര്യപ്പെട്ടു പോകും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവർക്കും ഇപ്രകാരം നിങ്ങളോട് തോന്നും. അവരും നിങ്ങളോട് ഇപ്രകാരം ചോദിച്ചു എന്ന് വരാം. നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വർഷം പരിചയമുള്ളത് പോലെ തോന്നുന്നു എന്ന രീതിയിൽ അവരും നിങ്ങളോട് പറഞ്ഞു എന്ന് വരാം. കണ്ടുമുട്ടുന്നതിന് മുൻപ്, അതായത് ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതിന് മുൻപ് 111, അതായത് 111 എന്ന നമ്പർ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു. അതിന് സമാനമായി തന്നെ 888 അല്ലെങ്കിൽ 999, അതായത് 888ഉം 999ഉം ഈ നമ്പറുകൾ അറിയാതെ അല്ലെങ്കിൽ യാദൃശ്ചികമായി നിങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. ഇതിനുശേഷം ചില വ്യക്തികളെ നിങ്ങൾ അപരിചിതമായി കണ്ടുമുട്ടി എന്ന് വരാം. ഈ നമ്പർ പല സമയങ്ങളിലും നിങ്ങൾ കണ്ടു എന്ന് വരാം. അത് വഴിയിൽ പോകുന്നതായ അവസരത്തിലാകാം, അല്ലെങ്കിൽ മൊബൈൽ നിങ്ങൾ നോക്കുന്നതായ അവസരത്തിൽ കാണുന്നതാകാം, TV-യിൽ കാണുന്നതാകാം, അല്ലെങ്കിൽ ഒരു പരസ്യമാകാം. ഇത്തരത്തിൽ പല വഴികളിലൂടെയും നിങ്ങൾക്ക് ഈ നമ്പർ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതിനു ശേഷമോ അല്ലെങ്കിൽ ഈ നമ്പർ കണ്ടതിന് ശേഷം ഇത്തരത്തിൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണ് എങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന മറ്റ് ലക്ഷണങ്ങൾക്ക് ആ സമയങ്ങളിലും ഈ നമ്പർ നിങ്ങൾ കാണുന്നു എങ്കിലും അത് ബാധകം തന്നെയാണ്. അതിനാൽ ഈ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക. ചില വ്യക്തികളെ നിങ്ങൾക്ക് ഒട്ടും പരിചയം ഉണ്ടാകണം എന്നില്ല, ആദ്യമായി കാണുന്നതാകാം. എന്നാൽ അവരോട് പ്രത്യേകമായ ഒരു അടുപ്പം നിങ്ങൾക്ക് തോന്നാം. അവർക്ക് തിരിച്ചും നിങ്ങളോടും ഇത്തരത്തിൽ ഒരു അടുപ്പം തോന്നി എന്ന് വരാം. വളരെ കാലമായുള്ള ഒരു പരിചയം നിങ്ങൾക്കിടയിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുണ്ട് എന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുന്നതാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം അല്ലെങ്കിൽ ഈ ഒരു പരിചയം അവരോട് ഉണ്ടായി എന്ന് വരാം. ഈ വ്യക്തികളെ നിങ്ങൾ സ്വപ്നം കാണുന്നതാണ്. അതായത് ഒരു തവണ കണ്ടതിനു ശേഷം വീണ്ടും ആ വ്യക്തിയെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതായ സാഹചര്യം. മറ്റൊരു കാര്യം, ഈ വ്യക്തിയെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും നിങ്ങൾ ഇവരെ കാണുക. അത് നിങ്ങൾക്കൊരു അത്ഭുതമായി തോന്നാം. അപ്രതീക്ഷിതമായിരിക്കും ഈ വ്യക്തികളെ നിങ്ങൾ കാണുക. എന്നാൽ അത് സ്വപ്നത്തിൽ കണ്ട വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നതാണ്. പലപ്പോഴും പലവിധ സ്വപ്നങ്ങൾ പലരും കാണുന്നു എങ്കിലും അത് മനസ്സിൽ ഓർത്തു വയ്ക്കുവാൻ പലർക്കും സാധിക്കണം എന്നില്ല, മറന്നു പോകുന്നതാണ്. എന്നാൽ ഈ സ്വപ്നം നിങ്ങൾ കാണുകയും അത് നിങ്ങൾ ഓർത്തു വയ്ക്കുകയും ചെയ്യുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. അതും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ അവരെയും അവർ നമ്മളെയും സഹായിക്കുന്നതായ സാഹചര്യം, സ്വാർത്ഥ താല്പര്യങ്ങൾ അതിനിടയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്.
ആ വ്യക്തി നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങൾ സഹായിക്കുന്നു എങ്കിൽ അത് ആത്മാർത്ഥമായിട്ടായിരിക്കും. മനസ്സിൽ നിന്നും അത്രമേൽ ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. അത് നിങ്ങൾക്കും ബോധ്യമാകുന്നതായ സാഹചര്യം പലപ്പോഴും മറ്റു വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായി എന്ന് വരില്ല. അവർ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം, അത്രയും അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കളാകാം. എന്നാൽ അവരിൽ നിന്ന് പോലും ലഭിക്കാത്തതായ ഒരു ആത്മാർത്ഥത അവർ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് നൽകും എന്നുള്ളതാകുന്നു. ഇവയോട് തീവ്രമായ ഒരു സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ദേഷ്യം അവരോട് തോന്നുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അതായത് ദേഷ്യം വരുമ്പോൾ അത്ര എക്സ്ട്രീമായ ദേഷ്യവും ഇമോഷൻസും തോന്നാം. സ്നേഹമാണ് എങ്കിൽ അത്രയും തീവ്രമായ സ്നേഹമായിരിക്കും അവരോട് തോന്നുക. മറ്റൊരു വ്യക്തിയോടും നിങ്ങൾക്ക് ഇപ്രകാരം സംഭവിക്കണം എന്നില്ല. മറ്റൊരു വ്യക്തിയോട് ഇത്രയും തീവ്രമായ സ്നേഹമോ അല്ലെങ്കിൽ തീവ്രമായ ദേഷ്യമോ ഉണ്ടാകണം എന്നില്ല. പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിക്കാം. എന്നാൽ ഇവർ പറയുന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്നുള്ളതാണ്. നിങ്ങളിൽ വളരെയധികം പോസിറ്റീവായ മാറ്റം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വളരെ തളർന്നിരിക്കുന്നതായ സാഹചര്യമാകാം. പല കാര്യങ്ങളും ആലോചിച്ച് വിഷമിക്കുന്ന അല്ലെങ്കിൽ ദുഃഖകരമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. പോസിറ്റീവായ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കണം. പോസിറ്റീവായ ചിന്തകൾ കടന്നു വരാം. പോസിറ്റീവായ ഊർജം ഇവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം. ഇവർ ഒപ്പമുണ്ട് എങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും എന്ന തോന്നൽ നിങ്ങൾക്ക് പോലും സംഭവിക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അതിനാൽ ഇവരുടെ സാമീപ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സാഹചര്യം പോലും ഉണ്ടായി എന്ന് വരും. എത്ര ദുഃഖത്തിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ പോലും ഇവരെ കാണുന്നതായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം ലഭിച്ചു എന്ന് വരാം. ടെൻഷനുകൾ കുറയുന്നതായ സാഹചര്യം, ഒപ്പം ഒരാൾ ഉണ്ട് എന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് ആ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. അതിനാൽ ഇതും ഒരു ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ, പറയാതെ തന്നെ അവരുടെ മനസ്സ് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. എന്താണ് അവർ ചിന്തിക്കുന്നത്, എന്താണ് അവർ പ്രവർത്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ ബോധ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കാം. പങ്കാളി എത്തരത്തിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പങ്കാളി എന്ത് ചെയ്യും, ഇതേക്കുറിച്ച് വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായും ഇത്തരത്തിൽ നിങ്ങൾക്ക്, അതായത് ഭാവിയിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ആകാൻ പോകുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയുമായും ഇപ്രകാരം നിങ്ങൾക്ക് തോന്നാവുന്നതാണ്. എത്ര ദൂരത്തിലാണ് എങ്കിലും നിങ്ങൾ വിഷമിച്ചാലോ അല്ലെങ്കിൽ സന്തോഷിച്ചാലോ അവർ അറിയുന്നതായ സാഹചര്യം നിങ്ങൾ പറഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. എന്നിരുന്നാലും അവർ നിങ്ങളോട് ഇതേപ്പറ്റി അന്വേഷിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പോലും ആശ്ചര്യമായി തോന്നാം. എന്നാൽ നിങ്ങളുടെ മനസ്സൊന്ന് പിടഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിൽ അത്രമേൽ സന്തോഷം ഉണ്ടായാൽ അവർ അറിയും എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തി പോലും പറയാതെ ആ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായ അവസരത്തിൽ ഇവർ നിങ്ങളെ വിളിക്കുകയോ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇത്തരത്തിൽ നിരവധിയാർന്ന ലക്ഷണങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രകടമായിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ തീർച്ചയായും ആ ലക്ഷണങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ
നിങ്ങൾക്കും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.